എന്തായാലും ഇന്ന് പണി ലീവാക്കി. മുന്നൊരു മഷ്റൂം ഷെഡ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിരുന്ന ഒരു ഷെഡ് പോലെ വേണ്ട ഇത് കണ്ട ഇതായാലോ. ഡ്രസ്സൊക്കെ തിരുമ്പി ഉണക്കാടുന്നതാ. തിരുമ്പി ഉണക്കാടുന്നതല്ല, തിരുമ്പണതിൻ്റെ മുന്നേ തിരുമ്പണമല്ലേ ഇതിൻ്റെ അടുത്ത് തൂക്കിടുന്നതാ. അപ്പം ഇത് കണ്ട, ഇതാണ് നമ്മുടെ ഷെഡിൻ്റെ. ഇതിലാണ് നമ്മുടെ എക്സോസ്റ്റ് ഫാനും ഒക്കെ ഉള്ള സെറ്റപ്പ് ഇത്. പിന്നെ ഇനി ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് കണ്ട എങ്ങനെയുണ്ട്. കുപ്പിയുടെ അപ്പ സ്ക്രാപ്പ് വറക് വരെ ഉണ്ടാക്കിയതാ വീട്ടുകാർ. പിന്നെ എന്താ വെച്ചാൽ അതിൽ ചതിൽ വരിക എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് ഒഴിവാക്കി. അപ്പം നമുക്ക് ചെറിയൊരു സെറ്റപ്പിൽ ഒരു മഷ്റൂം ഷെഡ് ഉണ്ടാവും. ഒരു കുപ്പിൻ്റെ മമ്മി വിടല എല്ലായിടത്തും വെക്കും. കുപ്പി അവിടത്തേക്കൊക്കെ കൊണ്ടുപോകുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാറ്റിയിട്ട് എന്നെ ഒലിപ്പിക്കും. എന്നിട്ട് ആ കുപ്പിയൊക്കെ തിരിച്ചു വേണ്ടേ പറയും. അങ്ങനെ എൻ്റെ അമ്മ സുരം കൊട്ടി വെച്ചാൽ ഓരോ കുപ്പികളാണത്. നിങ്ങളുടെ റോഡ് സൈഡിൽ നിങ്ങൾ പറയും ഏറ്റവും വൃത്തിയില്ലാത്ത നമ്മുടെ നാട്ടിലത്തെ റോഡ് സൈഡാണ്. പക്ഷെ അങ്ങനെയല്ല, എൻ്റെ വീടിൻ്റെ 4 പുറ കണ്ടോ. ഞങ്ങൾ കണ്ടോ സ്ക്രാപ്പിന് പോലും കൊടുക്കാൻ എൻ്റെ അമ്മ സമ്മതിക്കില്ല. എന്താണെന്നറിയോ, സ്നേഹം മാത്രം, ഇരുമ്പിനോടുള്ള സ്നേഹം. ഇരുമ്പിനോട് പ്രണയിച്ച എൻ്റെ ഉമ്മ സെഞ്ചൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ അപ്പം തന്നെ ഡൈവാഷ് ചെയ്യും. ഞങ്ങളുടെ മമ്മി എന്താ റേഷൻ കാർഡിൽ നിന്ന് പേര് കിട്ടുക. അപ്പോൾ ഇവിടുന്ന് കൊണ്ടുപോയി കുപ്പി കൊണ്ടുപോയി കളഞ്ഞു പറഞ്ഞിട്ട് അങ്ങോട്ട് ഒഴിവാക്കും. അങ്ങനെ എൻ്റെ അമ്മ കെട്ടിപ്പടുത്ത സാമ്രാജ്യമാണിത്. ഇതൊക്കെ എൻ്റെ പരിപാടി കേട്ടോ. അല്ല ഇതൊക്കെ എൻ്റെ പരിപാടി. എന്തായാലും ബാക്കി നമ്മുടെ പണി ഫുള്ള് കഴിഞ്ഞാൽ അങ്ങനെ എൻ്റെ കാണാതെ പോയ മുതലുകൾ വരെ കിട്ടിത്തുടങ്ങി. വലിയ ഫിഷർമാനായിരുന്നു. നാട്ടുകാരൊക്കെ തോനെ മീൻ കിട്ടുക എന്ന് ഡെയിലി സങ്കടം പറയായിരുന്നു. ഇപ്പം മീനും ഇല്ലൊരു തേങ്ങയില്ല. ഇപ്പം മീൻ കണ്ട എന്നെ കാർക്കിച്ച് തുപ്പിച്ച് ഓടണു. മീനിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ഒരു ചൂണ്ടിൽ കുത്തിയാൽ എൻ്റെ ചൂണ്ടിൽ മെയിൻ ചെയ്യണില്ല. സങ്കടമാണ്, സങ്കടം. കേട്ടാ പോരാ. ഈ സംഭവം തറവാട്ടിൽ കടന്നിരുന്നതാണ്. അപ്പോൾ എനിക്കായിട്ടൊരു സ്പേസ് ആയിട്ട് വലിയ സംഭവത്തിൽ കിടന്നു കേട്ടോ. ഞാൻ ഏതൊരു കാര്യം ചെയ്യാറിങ്ങിയാലും ഇങ്ങനെയാണ്, പകുതിയിൽ വെക്കും നിർത്തും. അപ്പോൾ വ്ളോഗും കുറച്ച് ദിവസം നിന്നാറുന്നു. പിന്നെ തോന്നി വെറുതെ രസമല്ലേ, ഓരോരുത്തരിങ്ങനെ കളിയാക്കുക, വാട്ടാക്കുക, പ്രാന്താക്കുക, എല്ലാവരും മെയിൻ ചെയ്യുക. സംഭവം ഒരു 10-500 ഫോളോവേഴ്സ് ഉള്ളെങ്കിലും എല്ലാവരുടെ ഇടയിലിട്ടിട്ട് അവിടെ വ്ളോഗറായെന്ന് വിളിക്കുമ്പോൾ കേൾക്കണവരെന്താ വിചാരിക്കുക, അവരുടെ മൈൻഡിലേക്ക് മിനിമം 200K എങ്കിലും കയറിപ്പോകും. അപ്പോൾ ഞാൻ വലിയ വ്ളോഗർ, അപ്പോൾ അവരൊക്കെ ഉണ്ടെങ്കിലും നോക്കും വ്ളോഗർ പറയും. അപ്പോൾ ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു ഫീലാണ്. നിങ്ങളെല്ലാവരും വ്ളോഗറെ വിളിച്ചോളി, എല്ലാവരും വ്ളോഗറെ വിളിച്ചോളി. ഐ ലവ് യു. അങ്ങനെ തേങ്ങ ഏറെക്കുറൊക്കെ ഇങ്ങനെ അടിച്ച് ഫുള്ളൊക്കെ ഒഴിവാക്കി ഉള്ളിലുള്ളത്. പെങ്ങളൂട്ടി ഉണ്ട് അവള് വലിയ ബിള, അവള് ക്യാമറയേ ഇല്ലാന്ന് പറഞ്ഞു. അല്ല കേട്ടോ. അപ്പോൾ ഇനി ഇത് ചാക്കെടുത്ത് വന്നാൽ ഈ ഇതൊക്കെ എടുത്തില്ലോ. എന്താ ഇതിലിട്ടോ. അപ്പോൾ ഫുള്ള് കഴിഞ്ഞിട്ട് ഇത് നമുക്കൊരു മഷ്റൂം ഷെഡായിട്ട് ഉണ്ട്. ഇവിടുന്ന് കാണാൻ ഇടക്ക് എന്തൊക്കെ തവളയും കണി കണ്ട ജീവിയൊക്കെ അറിയണ വീട്ടുകാരെ കുറേ. ഇതിൻ്റെ ഉള്ളിൽ പാമ്പുണ്ട്, ചേമ്പുണ്ട്, മുതലുണ്ട്. പക്ഷെ ഞങ്ങൾ അവരൊക്കെ തോൽപ്പിച്ചു ഗായ്സ്. എന്താ കൂറേ നമുക്ക് ഫുള്ള് സെറ്റപ്പാകും. ചിരട്ടക്ക് കിലോന് 40 ചില്ലറ ഉറുപ്പിയുണ്ട്. സ്ക്രാപ്പ് കുറെ കുപ്പി ഡപ്പ ഇരുമ്പൊക്കെ ഉണ്ട്. ഒക്കെ ഞാൻ കൊണ്ടുപോയി വെക്കും. വീട്ടുകാരോട് പറയണ പരിപാടിയില്ല. എന്നിട്ട് ആ പൈസക്ക് ചിലവാക്കി കിടയിൽ പോയി ഒക്കെ ഇപ്പോൾ അവിടെ പിടിച്ചു വെച്ചപ്പോഴേ കണ്ടോ നല്ല നെറ്റൊക്കെ കിട്ടി. ആ നെറ്റ് കൊണ്ടുപോയിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജീവികളൊക്കെ മേടിച്ച് അതിൽ കൂടൊക്കെ ഉണ്ടാകുമല്ലോ. ഞാനാണെങ്കിൽ ഒരു വെൽഡറാണ്. അപ്പോൾ സെറ്റപ്പായി. ഇനിയൊരു മുയലിനെ മേടിക്കുക, എന്നിട്ട് ആ മുയലിനെ ഇരുത്തുക, എന്നിട്ട് ആ മുയലിൻ്റെ ഒപ്പം കൂടടിക്കുക. മുയലിങ്ങനെ അതൊക്കെ വീഡിയോയിലെടുത്തേ. അപ്പോൾ നമ്മുടെ സെറ്റപ്പ് ഇതങ്ങനെ മാറി അവിടെ നിന്ന് 4K
ഇങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ട്. ഉള്ളിലുള്ളതൊക്കെ പാടെ കുത്തിപ്പൊളിച്ച് അടിച്ച് ക്ലീനാക്കിയിട്ടുണ്ട്. നല്ലൊരു കടല സെറ്റാക്കണം. ഇതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യണമായിരുന്നല്ലോ. ഓള് ചൂല എടുക്കട്ട്. അങ്ങനെ നമ്മൾ എല്ലാ വേണ്ടതും വേണ്ടാത്തതും പ്ലാസ്റ്റിക്കും ഇരുമ്പും ഒക്കെ ഉണ്ട് വേറെ ആക്കി, സ്റ്റീല് വേറെ ആക്കി, ഇപ്പം വേറെ ആക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ഒരു ദിവസം ചാമ്പ് തുണി അതിൻ്റെ മുകളിൽ വെറുതെ വെച്ചതാണ്. അതിലെ പ്ലാസ്റ്റിക്കാണ്, ഇതൊക്കെ പ്ലാസ്റ്റിക്, അലുമിനിയം, സ്റ്റീൽ ഒക്കെ അങ്ങനെ വേറെ ആക്കി. അപ്പോൾ അതൊക്കെ ഉണ്ട് ക്ലീൻ ആക്കി. വെറുതെ ചെറിയ കളിച്ചാൽ മൊബൈൽ നോക്കിയിരിക്കണത് ഇതേമാതിരി ഇന്ന് 4 പുറം നടന്ന ഒരു ഇതാ കണ്ടോ. ഇതൊരു കുറഞ്ഞത് 500 ഉറുപ്പിക കിട്ടില്ലേ? ട്രൈ ചെയ്യടാ. ഇപ്പോൾ കസിൻസിൻ്റെ കൂടെയൊക്കെ ഫാന് കാര്യങ്ങളങ്ങനെ പോയിട്ട് പതുക്കെ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് എടുത്തിട്ട് വരണം. നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ വേസ്റ്റൊക്കെ നമ്മൾ സംഹരിക്കുക, എന്നിട്ട് ഇവരൊക്കെ ഫ്രീ ആയിരിക്കട്ടെ. അവരുടെ വീട്ടിൽ സ്ക്രാപ്പൊക്കെ തടഞ്ഞിട്ട് മോശമല്ലേ അത്? അപ്പോൾ അതൊക്കെ ഒന്നെടുത്ത് മാറ്റി ക്ലീൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊക്കെ ചെയ്യണം. അപ്പോൾ അത് നാളെ ഹോസ്പിറ്റലിൽ പോയി വന്നതിന് ശേഷം ചെറിയൊരു സൂക്കേടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി നോക്കണം. ഒക്കെ കഴിഞ്ഞ് വേസ്റ്റ് ചാക്കുകളൊക്കെ നിറച്ചു. തുണികൾ വീട് പണിക്ക് അടുത്ത വീട് പണി ഉണ്ടാകുമ്പോൾ വീടിൻ്റെ മുകളിൽ വാർപ്പിനിടാൻ അത്രേ. അപ്പം ഞാൻ അതൊക്കെ കൊണ്ടുപോയിട്ട് ഇതിൻ്റെ മുകളിൽ ഓടിക്കുക. അപ്പോൾ അതൊക്കെ ഉണ്ട് ക്ലീൻ ചെയ്യും. അപ്പോൾ ഇനി നാളെ ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നിട്ട് സമയം ഉണ്ടെങ്കിൽ ബാക്കി സെറ്റപ്പ് ആക്കണം. അതുവരേക്കും ഗുഡ് ബൈ.